ഹായ് ഓൾ. ലാസ്റ്റ് സെഷന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷൻ ചെയ്യുന്നത്. സോ ലാസ്റ്റ് സെഷൻ നമ്മൾ ഡേറ്റ ടൈപ്പിനെ കുറിച്ചാണ് പഠിച്ചത്. സോ ഡേറ്റ ടൈപ്പിൽ അവസാനത്തെ സ്ട്രിംഗ് ടൈപ്പിനെ കുറിച്ച് പറഞ്ഞാണ് ലാസ്റ്റ് സെഷൻ നമ്മൾ അവസാനിപ്പിച്ചത്. ഓക്കെ, സ്ട്രിംഗ് ടൈപ്പിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷൻ ആണ് എസ്കേപ്പ് സീക്വൻസ്. സോ എസ്കേപ്പ് സീക്വൻസ് എന്തിനാണ്, എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പ്രോഗ്രാം ചെയ്ത് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ആക്കാം. ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് ഒരു സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, സ്ട്രിംഗ് ടൈപ്പിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ നെയിം എന്ന് പറയുന്ന വേരിയബിൾ ആണ് കൊടുത്തത്. സ്ട്രിംഗ് നെയിം ഈക്വൽ ടു, നമ്മളെപ്പോഴും സ്ട്രിംഗ് എന്ന് പറയുന്ന ടൈപ്പ് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഡബിൾ കോട്സിനുള്ളിലായിരിക്കും കൊടുക്കുക. ഓക്കെ, ഡബിൾ കോട്സിനുള്ളിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള പോർഷൻ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന സ്ട്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ നെയിം കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോറി, ഓക്കെ, സേവ് ചെയ്യുക. സേവ് ചെയ്തതിനു ശേഷം റൺ ചെയ്യുക. റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഔട്ട്പുട്ട് ജോൺ എന്ന് പറയുന്ന നെയിം നമുക്കവിടെ കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ബിൽഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സിസ്റ്റം ഇത്തിരി സ്ലോ ആയതുകൊണ്ടാണ് ഈ പറയുന്ന ലാഗ് വരുന്നത്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ എടുക്കുകയുള്ളൂ ഇത് റൺ ആവാൻ വേണ്ടിയിട്ട്. സോ ഔട്ട്പുട്ട് വിൻഡോ വിസിബിൾ ആണ്. ഇവിടെ ഇപ്പോൾ ജോൺ എന്ന് പറയുന്ന നെയിം വരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ജോൺ എന്ന് പറയുന്ന നെയിം ഇവിടെ വിസിബിൾ ആയി. പക്ഷെ നമുക്ക് ചില സിനിയോറിയോയിൽ ഇല്ലെങ്കിൽ ഒരു കേസിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഡബിൾ കോട്സും കൂടെ നമുക്ക് ഔട്ട്പുട്ട് വിൻഡോയിൽ വരണം. അതായത് ജോൺ മാത്രമല്ല, ജോണിന്റെ കൂടെ ഡബിൾ കോട്സ്, അതായത് ഇവിടെ എങ്ങനെയാണോ ഈ ജോൺ എന്ന് പറയുന്ന ഇതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് വിൻഡോയിൽ വരണം. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്ലോസ് ചെയ്യാം, ഡബിൾ കോട്സും കൂടെ ഇട്ടാൽ പോരെ എന്ന്. പക്ഷെ നമുക്കത് എറർ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ കേസിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ കേസിലാണ് നമ്മുടെ എസ്കേപ്പ് സീക്വൻസസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുക. എസ്കേപ്പ് സീക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാക്ക് സ്ലാഷിൽ തുടങ്ങി ബാക്ക് സ്ലാഷിലായിരിക്കും അത് എപ്പോഴും തുടങ്ങുക. ഓക്കെ, അതിനു മുന്നേ ഞാൻ എക്സാമ്പിൾ കാണിച്ചത്. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ കേസിൽ ബാക്ക് സ്ലാഷ് തുടങ്ങുന്നു, ബാക്ക് സ്ലാഷ് ഇട്ടു, ബാക്ക് സ്ലാഷ് ഇട്ടതിന് ശേഷം ഡബിൾ കോട്ട്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം എന്റിലും. ഓക്കെ, ഇപ്പൊ ആ എറർ മാറി കിട്ടി. നമുക്കൊന്ന് നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിത് ജോൺ എന്ന് പറയുന്നത്, അതായത് ഡബിൾ കോട്ട്സ് വെച്ചിട്ട് പ്രിന്റ് ആയിട്ടുണ്ട് അല്ലെ. ഇതാണ് എസ്കേപ്പ് സീക്വൻസ്. എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഇറ്റ് വിൽ ബി ലൈക്ക് സ്റ്റാർട്ടിങ് വിത്ത് വൺ ബാക്ക് സ്ലാഷ്. സോ നോട്ട് ഓൺലി എന്താ പറയുക, ഡബിൾ കോട്ട്സിൽ ഇപ്പൊ നമുക്ക് ഡബിൾ കോട്ട്സ് ആയിരുന്നു വേണ്ടത്, അതുകൊണ്ട് ഈ പറയുന്ന ബാക്ക് സ്ലാഷ് ഫോളോഡ് ബൈ ഡബിൾ കോട്ട്സ്, എന്നിട്ട് നമ്മുടെ സ്ട്രിംഗ് നെയിം കൊടുത്തു. ഇത് സ്ട്രിംഗ് ആയിട്ട് ഇത് കൺസിഡർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ എറർ വരാത്തത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ, നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ ഡോക്യുമെന്റേഷനിൽ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടർ കോമ്പിനേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് എ ബാക്ക് സ്ലാഷ് ഫോളോഡ് ബൈ എ ലെറ്റർ ഓർ ബൈ എ കോമ്പിനേഷൻ ഓഫ് ഡിജിറ്റ്സ് ആർ കോൾഡ് എസ്കേപ്പ് സീക്വൻസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് സ്ലാഷിൽ തുടങ്ങി ഒരു ലെറ്ററോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡിജിറ്റ്സോ വെച്ചിട്ട് ഉള്ള ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മൾ ഡബിൾ കോട്ട്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് പല കാര്യത്തിന് വേറെയും പല യൂസേജിന് നമുക്ക് മൈക്രോസോഫ്റ്റ് തന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻസ് ഉണ്ട്. ആ കോമ്പിനേഷൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സ്ലാഷ് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്ക് സ്ലാഷ് ഇട്ട് കഴിഞ്ഞ് എ കൊടുത്തു കഴിഞ്ഞാൽ അത് ബെൽ അലേർട്ട് ഉണ്ടാകും. നമുക്ക് ഇവിടെ എക്സാമ്പിൾ കൂടെ നോക്കാം. ഇത് ഔട്ട്പുട്ട് വിൻഡോ വരുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം.
നിങ്ങൾക്ക് ഇതിവിടെ കേൾക്കാൻ പറ്റുമോ അറിയത്തില്ല, പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് വിൻഡോ തെളിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരു സൗണ്ടും കൂടെ കേൾക്കും. ഓക്കെ, സൗണ്ട് അലേർട്ട് ആയിട്ടുള്ള ഒരു സൗണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ന്യൂ ലൈൻ, ഓക്കെ, നമ്മളിപ്പോ 1 2 3 ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പിന്നെ പിന്നെ പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കൺസോളിലോട്ട് റൈറ്റ് ലൈൻ വെച്ചിട്ട് 1 2 3 എന്ന് പറഞ്ഞ് അങ്ങനെ ആക്കുന്നതിന് പകരം 1 \n 2 \n 3 \n. ഓക്കെ, സോ \n എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു ന്യൂ ലൈൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ജസ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 1 2 3 ഓരോ ന്യൂ ലൈനിലായിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, സോ ഇതാണ് എസ്കേപ്പ് സീക്വൻസ്. ഓക്കെ, ഈ എസ്കേപ്പ് സീക്വൻസസ് പല ഇത് മാത്രമല്ല, പല 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 കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഈ പറയുന്ന പോലെ സിംഗിൾ കൊട്ടേഷൻ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ ഡബിൾ കൊട്ടേഷൻ മാർക്ക് നമ്മൾ ഓൾറെഡി ചെയ്തു. അതുപോലെ തന്നെ സിംഗിൾ കൊട്ടേഷൻ ആണെങ്കിൽ ഈ പറയുന്ന പോലെ \n ഇടുക, സിംഗിൾ കോട്ട്സ് അതിനുശേഷം കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്നത് എങ്ങനെയാണ് എസ്കേപ്പ് സീക്വൻസസ് ഉപയോഗിക്കുന്നത്, ഇല്ലെങ്കിൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാര്യം മനസ്സിലായി. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന എസ്കേപ്പ് സീക്വൻസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വെർബാറ്റിം ലിറ്ററൽസ്. ഓക്കെ, വെർബാറ്റിം ലിറ്ററൽസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ അപ്പൊ നമുക്ക് ഡെസ്ക്ടോപ്പ് എടുക്കുക. ഡെസ്ക്ടോപ്പ് എടുത്തതിന് ശേഷം ഓക്കെ, ഞാൻ ഇതൊന്നും ജസ്റ്റ് കോപ്പി ചെയ്യാണ്. ഇതാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും നോക്കാം. ഓക്കെ, ഇവിടെ ഈ പറയുന്ന ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സി കഴിഞ്ഞിട്ട് ഈ 2 ഇവിടെ ഒന്നായിട്ടേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, അല്ലെ? പക്ഷെ നമുക്ക് ഈ കേസിൽ നമുക്ക് ഓക്കെ, നമുക്ക് ഡബിൾ കോട്ട്സ് തന്നെ വരണം. ഇപ്പൊ ഡബിൾ കോട്ട്സ് തന്നെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു കേസിലാണ് നമ്മൾ വെർബാറ്റിം ലിറ്ററൽസ് ഉപയോഗിക്കുക. ഓക്കെ, വെർബാറ്റിം ലിറ്ററൽസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആകെ ചെയ്യേണ്ടത് നമ്മൾ ഇത്ര മാത്രം, ഒരു @ ഇട്ട് കൊടുക്കുക. ഓക്കെ, @ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സി ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ പറയുന്ന നമുക്ക് ഡബിൾ കോട്ട്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളോട് കാണിച്ചത് രണ്ടും കൊണ്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണോടൊന്ന് പ്രിന്റ് ചെയ്യാം. വെർബാറ്റിം ലിറ്ററൽസ് ഇല്ലാതെയും വെർബാറ്റിം ലിറ്ററൽസ് യൂസ് ചെയ്തു. ഓക്കെ, വിത്തൗട്ട് വെർബാറ്റിം ലിറ്ററൽസ്. ഓക്കെ, ഇവിടെ ഓക്കെ, സോ ആദ്യത്തെ വിത്ത് വെർബാറ്റിം ലിറ്ററൽസും ഓക്കെ ഓക്കെ ആദ്യത്തെ വിത്ത് വെർബാറ്റിം ലിറ്ററൽസും രണ്ടാമത്തെ വിത്തൗട്ട് വെർബാറ്റിം ലിറ്ററൽസും ആണ്.
അപ്പം ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ വെർബാറ്റിം ലിറ്ററൽസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡബിൾ കോട്ട്സ് അതുപോലെ തന്നെ വരുന്നുണ്ട്. അതേസമയം ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടുമാണ് നമ്മൾ പ്രിന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ പ്രിന്റ് ചെയ്തേക്കുന്നത് വെർബാറ്റിം ലിറ്ററൽസ് യൂസ് ചെയ്തുകൊണ്ട്. വെർബാറ്റിം ലിറ്ററൽസ് യൂസ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന പോലെ അറ്റ് സിമ്പിൾ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ തന്നെ കിട്ടി. അതേസമയം വിത്തൗട്ട് വെർബാറ്റിം ലിറ്ററൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരേ സ്ലാഷ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ എന്താണ് വെർബാറ്റിം ലിറ്ററൽസിന് യൂസേജ് എന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി. എസ്കേപ്പ് സീക്വൻസ്, അതായത് അറ്റ് സിമ്പിൾ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ എസ്കേപ്പ് സീക്വൻസസ് അതൊരു സ്ട്രിങ് ആയിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഓക്കെ, എസ്കേപ്പ് സീക്വൻസസിന്റെ പോർഷനെ അവിടെ വരുന്നില്ല. അതായത് അറ്റ് സിമ്പിള് നമ്മൾ ഒരു സ്ട്രിങ്ങിന്റെ തൊട്ട് മുൻപേ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രിങ് ആയിട്ടായിരിക്കും തന്നെ എടുക്കുക. ഓക്കെ, അവിടെ എസ്കേപ്പ് സീക്വൻസസിന് ഒരു പ്രാധാന്യവും വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ പഠിച്ചത്. സോ എസ്കേപ്പ് സീക്വൻസസ്, ഇന്നത്തെ ഈ സെഷനിൽ എസ്കേപ്പ് സീക്വൻസസ് എന്താണ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എസ്കേപ്പ് സീക്വൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്, ആദ്യം ചെയ്ത ഡബിൾ കോഡ്സ് വരുന്ന ഒരു പോർഷനാണ് നമുക്ക് വേണ്ടതെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അതായത് / ഫോളോഡ് ബൈ ഈ പറയുന്ന ഡബിൾ കോഡ്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഡബിൾ കോഡ്സ് ജനറേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ന്യൂ ലൈൻ ചെയ്തു 1 2 3, അതായത് പിന്നെയും നമ്മൾ കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ എഴുതി കൊടുക്കണ്ട. അതിന് പകരം ഒരു ലൈൻ തന്നെ, ഒരു സ്ട്രിങ്ങിൽ തന്നെ ഈ പറയുന്ന പോലെ 1 2 3 എന്നിട്ട്, അതായത് / എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഓരോ ലൈനിലായിട്ട് വരുന്നതായിട്ട് കാണാം. അതുപോലെ നമ്മൾ മൈക്രോസോഫ്റ്റ് ഡോക്യുമെന്റ് നോക്കി. അപ്പൊ അതുപോലെ നമുക്ക് എന്തൊക്കെ ചെയ്യാം, നിങ്ങൾ ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാം. നമ്മൾ നേരത്തെ കണ്ടത് / ഉണ്ട്, ഈ പറയുന്ന പോലെ ബെൽ അലേർട്ട് നമ്മൾ പറഞ്ഞു, \_ ഫോം ഫീഡ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം. ഇതാണ് എസ്കേപ്പ് സീക്വൻസ്. എസ്കേപ്പ് സീക്വൻസസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതുപോലെ തന്നെ വെർബാറ്റിം ലിറ്ററൽസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഒരു സ്ട്രിങ്ങിൽ, ഓക്കെ, നമുക്ക് അത് സ്ട്രിങ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന നമ്മുടെ സിനോറിയയിലായിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കേസിൽ വെർബാറ്റിം ലിറ്ററൽസ് ഇല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സിംഗിൾ സ്ലാഷ് മാത്രമേ അത് കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് ഡബിൾ സ്ലാഷ് വരണം. അതിനുവേണ്ടി നമ്മൾ വെർബാറ്റിം ലിറ്ററൽസ് യൂസ് ചെയ്തു. സോ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് സെഷൻ ഞാൻ വേറെ ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.